ഈ യുവനടിക്കുണ്ടായ പ്രശ്നത്തിന് എറണാകുളത്തുള്ള ഒരു ഡോക്ടറുടെ ചികിത്സ തേടിയിരുന്നു. അതാണ് ഇപ്പോൾ നിർണായകമായി വന്നിരിക്കുന്നത്. ആ ഡോക്ടറുടെ തെളിവുകളാണ് ഇപ്പോൾ സിദ്ദിഖിനെ കുടുക്കുവാൻ പോകുന്നത്, അല്ലെങ്കിൽ കുടുക്കിയിരിക്കുന്നത്. കേരളം. നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഉണ്ടായ പ്രധാന തെളിവുകളുള്ള കേസുമായി വന്നിട്ടുള്ള ഏക നടനാണ് സിദ്ദിഖ്. സിദ്ദിഖ് നമ്മുടെ കേരള പോലീസിനെയൊക്കെ പറ്റിച്ച് സുപ്രീം കോടതി വരെ പോയി ജാമ്യമൊക്കെ എടുത്ത് രക്ഷപ്പെട്ട് ഇങ്ങനെ കഴിയുകയാണ്. എന്നാൽ സിദ്ദിഖിനെതിരെ കുറ്റപത്രം സമർപ്പിക്കുവാനുള്ള അനുമതി തേടിയിരിക്കുകയാണ്. SITയുടെ ടീമിൻ്റെ കുറ്റപത്രം ക്രൈംബ്രാഞ്ചിൻ്റെ അനുമതിയോടുകൂടി സമർപ്പിക്കാൻ പോവുകയാണ്. എന്തായാലും ശരി, ഇതിൽ നിന്ന് സിദ്ദിഖ് രക്ഷപ്പെടുവാൻ യാതൊരുവിധ നിർവാഹവുമില്ല. തിരുവനന്തപുരത്തെ മാസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ ശക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഈ അന്വേഷണ സംഘത്തിന് ഈ മസ്കറ്റ് ഹോട്ടലിലേക്ക് ഈ യുവനടിയെ കൊണ്ടുവന്നതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ, അതുപോലെ തന്നെ മറ്റുള്ള മൊഴികളുണ്ടായിരുന്നു. ഇതിനകത്തിൽ സിദ്ദിഖ് രക്ഷപ്പെട്ട് പോയ ഒരു കാര്യം, സിദ്ദിഖ് വാദിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് 8 വർഷത്തിന് ശേഷം ഈ ഒരു കേസ് വന്നപ്പോഴും പലയിടത്തും ഈ യുവനടി എങ്ങും സിദ്ദിഖിൻ്റെ പേര് പരാമർശിച്ചില്ല എന്നാണ് പറയുന്നത് സിദ്ദിഖിൻ്റെ ഒരു വാദം. എന്നാൽ അതിനെ തള്ളിക്കൊണ്ട് അതിനും മറുപടിയുമായി ഇപ്പോൾ ഈ അന്വേഷണം കണ്ടെത്തിയിരിക്കുകയാണ്. ആ സംഭവം 8 വർഷത്തിന് മുമ്പേ നടന്ന ആ സംഭവത്തിൽ ഈ യുവനടിക്കുണ്ടായ പ്രശ്നത്തിന് എറണാകുളത്തുള്ള ഒരു ഡോക്ടറുടെ ചികിത്സ തേടിയിരുന്നു. അതാണ് ഇപ്പോൾ നിർണായകമായി വന്നിരിക്കുന്നത്. ആ ഡോക്ടറുടെ തെളിവുകളാണ് ഇപ്പോൾ സിദ്ദിഖിനെ കുടുക്കുവാൻ പോകുന്നത്, അല്ലെങ്കിൽ കുടുക്കിയിരിക്കുന്നത്. കാര്യമെന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ മൊഴി കൊടുത്തു. ഈ അവിടെ നിന്ന് നടന്ന പീഡനത്തിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, അതായത് ആ കുട്ടിക്ക് നേരിട്ട അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ഡോക്ടറുടെ ചികിത്സ തേടിയപ്പോൾ ഡോക്ടറോട് ഈ കുട്ടി അന്ന് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും നടൻ സിദ്ദിഖാണ് പീഡിപ്പിച്ചതെന്ന് പറയുകയും ചെയ്ത അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ യുവനടി ഇപ്പോൾ അവിടെ ഈ കാര്യങ്ങളിലെല്ലാം കേസിൽ വിജയം കൈവരിക്കുകയാണ്. എന്തായാലും ശരി, ഉടനെ തന്നെ സിദ്ദിഖിൻ്റെയുള്ള ഈ മലയാള സിനിമയിലുണ്ടായ പലരുടെയും കുറേ പേരുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തിൽ ഏറ്റവും ശക്തമായ തെളിവുകൾ വന്നത് ഈ സിദ്ദിഖിനെതിരെയാണ്. സിദ്ദിഖിൻ്റെ ഇനിയുമുള്ള ജയിലിലേക്കുള്ള പോക്ക് എപ്പോഴെന്ന് മാത്രമാണ് സംശയം. ാണ് ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് വന്ന എല്ലാ റെസ്പോൺസും. എനിക്കിനി വയ്യ ഇത് മീഡിയയിലും എല്ലായിടത്തും ഇങ്ങനെ. തിയേറ്ററിൽ നമുക്ക് ഓരോ മൂവിയിലും ഇയാൾ ഓരോ സീൻ ബൈ സീനിൽ വരുമ്പോഴൊക്കെ ഓരോ സർവൈവേഴ്സിനും അത് തോന്നുന്നുണ്ട്. അയാൾ ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമല്ല. നമ്മൾക്കിവിടെ അയാളുടെ ടാലൻറ്റോ അയാളുടെ സോക്കോൾഡ് മഹാനടനോ ഇതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഹീസ് നോട്ട് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. അത് തന്നെയാണ് പ്രശ്നം. നടനോ എന്നുള്ളതല്ല, അയാളൊരു നോട്ട് എ ഹ്യൂമൻ ബീയിങ്. മനുഷ്യത്വമില്ലാത്ത ക്രൂരതകൾ. ആ കുട്ടി പറയുന്നത് എൻ്റെ ഒരു അച്ഛനോ അപ്പൂപ്പനോ ആകാൻ പ്രായമുള്ള ഞാൻ അങ്കിളെ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പ്രിവ്യൂ കാണുവാൻ വേണ്ടിയാണ് മാസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചതെന്നും മാസ്കറ്റ് ഹോട്ടലിലേക്ക് കൊണ്ടുപോയതും പ്രിവ്യൂ കണ്ടതിന് ശേഷം കൊണ്ടുപോയെന്നും ഒക്കെയാണ് ആ കുട്ടി അന്ന് പറഞ്ഞത്. എന്തായാലും ശരി, ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇനിയും സിദ്ദിഖിന് ഇതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന കാര്യം. നടനും പരാതിക്കാരിയും ഒരേ ദിവസം ഒരേ സമയം ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ് ലഭിച്ചത്. അതേസമയം പ്രതിരോധം തീർക്കാനായി സിദ്ദിഖും തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. ഈ സിദ്ദിഖിന്റെ വാദമുഖങ്ങളെല്ലാം തള്ളിയത് ഈ ഡോക്ടറുടെ ഈ ഒരൊറ്റ മൊഴിയിലാണ്. ഈ 8 വർഷത്തിന് ശേഷം എങ്ങും പരാമർശിച്ചില്ല. ആ കുട്ടിക്ക് ഉണ്ടായ ഒരു ട്രോമ എന്ന് പറയുന്നത് അതിൽ നിന്ന് റിക്കവറാകാൻ തന്നെ കുറേ സമയം വേണ്ടി വന്നു എന്നാണ് കുട്ടി പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ശേഷം ഈ സിനിമയിലൊക്കെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് നന്മയുടെ പ്രതീകമായി മാറുമ്പോഴും ഈ കുട്ടിയിലെ ഈ നടനിൽ നിന്ന് നേരിട്ട അനുഭവത്തിൻ്റെ ആ ഒരു കാര്യം ഇങ്ങനെ മനസ്സിൽ കിടന്നിളക്കിയായിരുന്നു. ഇപ്പോഴാണ് അതിനൊരു അവസരം വന്നതെന്നുള്ളതാണ്. പക്ഷേ ഈ 8 വർഷത്തിന് ശേഷം ഈ പറഞ്ഞില്ല എന്നുള്ളതിനുള്ള ആ ഒരു കാര്യം അപ്പാടെ തള്ളുന്ന ആ എറണാകുളത്തെ ഡോക്ടറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെ
ഏറ്റവും വലിയ ഒരു സോളിഡ് എവിഡൻസ് കിട്ടിയെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ മസ്കറ്റ് ഹോട്ടലിലേക്ക് വന്നതിനുള്ള ഡിജിറ്റൽ തെളിവുകളും. ഏതായാലും അവിടുത്തെ ഒന്നും ഈ CCTV ദൃശ്യങ്ങളൊന്നും സാധാരണ കേസിലൊക്കെ പറയുന്നത് നമുക്കറിയാം, പണ്ട് സെക്രട്ടേറിയറ്റിൽ നടന്ന പോലും CCTV വർക്ക് ചെയ്തില്ല എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തേക്ക് ആ തെളിവുകളൊന്നും നശിപ്പിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് സിദ്ദിഖിനെ ഈ കേസിലേക്ക്, അതിൻ്റെ കുറ്റപത്രത്തിലേക്ക് നയിക്കുമ്പോൾ ആധാരമായ സംഭവങ്ങൾ പറയുന്നത്. എന്തായാലും ശരി, ഇതിൽ നിന്നിനിയും സിദ്ദിഖ് എന്താണ് അടുത്ത നടപടി ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഇന്നിപ്പോൾ ഏകദേശം ഇന്നും നാളെയായിട്ട് അതിൻ്റെ കാര്യങ്ങൾ റെഡിയാകും. അപ്പോഴത്തേക്ക് മറ്റു കാര്യങ്ങൾ സിദ്ദിഖിന് എങ്ങനെ നീങ്ങും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ശരി, മലയാള സിനിമയിൽ ദുരനുഭവങ്ങൾ നേരിട്ട നിരവധി നടിമാർ ഇന്നും യവനേക്കുള്ളിൽ അല്ലെങ്കിൽ പുറകിൽ നിൽക്കുമ്പോൾ ഇതുപോലുള്ള കേവലം കുറേ നടികൾ മാത്രമാണ് കോടിക്കണക്കിന് രൂപ മുടക്കി സംസ്ഥാന സർക്കാരിൻ്റെ ചിലവിലാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതും അത് കമ്മീഷനെ വെച്ചതുമൊക്കെ. എന്നിട്ട് തന്നെ ഒരു മുകേഷ് ഉൾപ്പെടെയുള്ള MLA ഇതിനകത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളും ഒക്കെയാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത്. എന്തായാലും ശരി, ഒരു നടി കോടതിയിൽ പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയെങ്കിലും കാര്യങ്ങൾ വന്നത്. എന്നിട്ട് തന്നെ പല ഭാഗങ്ങളും അത് മുറിച്ചാണ് പ്രേക്ഷകർക്ക് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. എങ്കിൽ പോലും ഇത്രയും കാര്യങ്ങളെങ്കിലും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പുറത്ത് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സിദ്ദിഖിൻ്റെ കുരുക്ക് മുറുകിയിട്ടുള്ളത്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.